മമ്മൂട്ടിയെ വെച്ച് PR നടത്തി ആളാവാമെന്ന് കരുതിയ അന്തം കമ്മിയുടെ അണ്ണാക്കിൽ തന്നെയാണ് മമ്മൂട്ടി കൊടുത്തത്. സ്വന്തം പാർട്ടിക്കാരൻ തന്നെ ആണല്ലോ എന്ന് കരുതി ആള് കളിക്കാൻ പോയ അന്തം കമ്മിക്ക് ചെന്ന ഇടം മാറിപ്പോയി. മമ്മൂട്ടി എന്തോ മഹാപരാധം ചെയ്തതുപോലെയാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി CPM സൈബർ ഗുണ്ടകളുടെ വിളയാട്ടം. അതിനെ പിന്തുണയ്ക്കാൻ കുറെ നിഷ്കുജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി കാണിച്ചത് മോശമായി പോയെന്നും CPMന്റെ എന്നല്ല ഏതു പാർട്ടിയുടെ ആളായിരുന്നാലും ഇങ്ങനെ പെരുമാറേണ്ടതില്ലായിരുന്നു എന്നുമാണ് എന്റെ സുഹൃത്തുക്കളടക്കമുള്ള ഭൂരിപക്ഷം പേരും അഭിപ്രായം പങ്കുവെച്ചു കണ്ടത്. എന്നാൽ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. തികച്ചും വ്യക്തിപരമായി സ്വകാര്യമായ ഒരു സന്ദർശനത്തിനാണ് മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത്. അത് സർക്കാരിന്റെയോ പാർട്ടിയുടെ പരിപാടിയുടെ ഭാഗമായല്ല. മാധ്യമങ്ങൾ ഒഴിവാകാൻ വേണ്ടി കുറെ നേരം കാത്തു നിന്നതിന് ശേഷമാണ് മമ്മൂട്ടി അവിടേക്ക് എത്തുന്നത് തന്നെ. പക്ഷെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ വഴിയോ മറ്റോ ആവണം മമ്മൂട്ടി എത്തുന്നത് അറിഞ്ഞ് അവിടെ വന്ന CPM ജില്ലാ നേതാവ് ഒടുവിൽ മമ്മൂട്ടിക്ക് ഒരു ശല്യമായി മാറുകയാണ് ഉണ്ടായത്. വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാലറിയാം, ഈ നേതാവ് മമ്മൂട്ടിക്ക് വഴിയൊരുക്കുന്നു, മറ്റുള്ളവരോട് മാറി നിൽക്കാൻ കൽപ്പിക്കുന്നു, അടുത്തു നിന്നും മാറാതെ കൂടെ തന്നെ നിൽക്കുന്നു. ഇതൊക്കെ കാണുന്ന മമ്മൂട്ടി തന്നെ ഈ അന്തം കമ്മികൾ PR ഉപയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കി പ്രതികരിച്ചാൽ അതെങ്ങനെയാണാവോ തെറ്റാവുക? ഇങ്ങനെയല്ലാതെ മമ്മൂട്ടി എങ്ങനെ പ്രതികരിക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഔചിത്യബോധം എന്നത് ആരുടെയും പോക്കറ്റിൽ കിടക്കുകയൊന്നുമല്ല. അന്തം കമ്മികൾക്ക് സാഹചര്യം നോക്കാതെ രാഷ്ട്രീയം കളിക്കാമെങ്കിൽ മമ്മൂട്ടിക്ക് അവരൊക്കെ അർഹിക്കുന്ന മറുപടി നൽകുകയും ചെയ്യാം. ഇനിയിപ്പോ സൈബർ അടിമകളുടെ ആക്രമണം കാരണം മമ്മൂട്ടി വന്ന് മാപ്പ് പറഞ്ഞാലും എന്റെ നിലപാട് ഇത് തന്നെയാണ്. കിട്ടിയതും വാങ്ങിച്ച് മോങ്ങിക്കൊണ്ട് കിടന്നുറങ്ങാൻ നോക്കണേ.